ഷിപ്പ് മറിഞ്ഞതിന്റെ പേരില് ഷിപ്പ് മറിഞ്ഞതിന്റെ പേരില് പലർക്കും ഒരു പേടി സ്വപ്നമായിരിക്കാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ സ്ഥലം കൊണ്ടുപോയി കൊടുത്തു കൊടുത്തൊക്കെ ഇങ്ങനെ വല്ല പെടും. അപ്പൊ ഇതായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ഇതെങ്ങനെ സംഭവിച്ചതെല്ലാവർക്കും അറിയാം. അപ്പൊ അത് ഈ മാധ്യമപ്രവർത്തനത്തിൽ ഒരു 2-3 ദിവസം മുമ്പ് ന്യൂസ് ഉണ്ടായിരുന്നു. അതിലുള്ളൊരു ഭയമാണത്. അല്ലാണ്ട് വേറൊന്നും ഇതിൽ ഒന്നും ഇല്ലെന്നാണ് ഞങ്ങളെ തോന്നല്. അങ്ങനെയായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല ഇതായിട്ട്. മീൻ വരവൊക്കെ വളരെ കുറവാണ്. മീനൊക്കെ ഫ്രഷായിട്ടുള്ള മീനൊക്കെയാണ് വന്നത്. പിന്നെ വരവൊക്കെ കുറവ്. പിന്നെ വിലയും കൂടി 3-4 ദിവസത്തെ കാലാവസ്ഥ മാറിയപ്പോൾ വിലയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കിലോ അതിൽ ഞങ്ങളൊക്കെ 200 രൂപക്ക് 150 രൂപക്ക് മേടിച്ചത് 100 രൂപ 120 രൂപ വെച്ച് കൂടും എല്ലാത്തിനും. അങ്ങനെ കുറവുകളൊക്കെ ഉണ്ട്. കാലാവസ്ഥയുടെ പ്രശ്നമാണോ? കാലാവസ്ഥയുടെ പ്രശ്നമാണ് അത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മീനും ഈ കപ്പൽ പറഞ്ഞതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ബന്ധമൊന്നും ഇല്ല. ഇപ്പൊ ഗവൺമെന്റ് ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഗവൺമെന്റ് അംഗീകരിക്കില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഇതിനകത്താണ് പോകാത്തത്. ഗണേശ് കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്ട് പോകാൻ പാടില്ല. അതിന്റെ ഇതാണ് ഇപ്പൊ ഈ തട്ടുകളെല്ലാം കാര്യമായി കിടക്കുന്നത്. നിറച്ച് ഇഷ്ടംപോലെ കച്ചവടക്കാരുള്ളതാണ്. മീനില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് കാണുന്നത്. പറഞ്ഞതും മീൻ തമ്മിൽ മീൻ കഴിക്കണ്ടെന്ന് പറഞ്ഞെന്നുള്ള യാതൊരു ബന്ധവുമില്ല. അത് ജനങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ അന്ന് പറഞ്ഞെന്നോ മാത്രമുള്ള ചെയ്യാൻ അതങ്ങനെ പോകരുത്. ഇപ്പൊ പറയുന്നുണ്ടല്ലോ കണ്ടെയ്നർ വന്നേ കൊടുത്ത് ആളുകൾ അടുക്കരുതെന്ന്. അത് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. കടൽ മത്സ്യം ആയിരിക്കും കഴിക്കാൻ പേടിക്കണ്ട. കൊണ്ടുകൊടുക്കുന്നതിൽ ആരെങ്കിലും എതിർപ്പ് പറയുന്നുണ്ടോ? എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ സപ്ലൈനെ കൊടുത്ത് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹോസ്റ്റലിലൊക്കെയാണല്ലോ പിള്ളേർ അധികം ഉള്ളത്. 100-150 കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പേടി ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചതിനുണ്ടെങ്കിൽ. അപ്പൊ അവര് ഞാൻ പോയടത്തൊക്കെ എന്നോടൊക്കെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ധൈര്യം കൊടുത്ത് പേടിക്കൊന്നും വേണ്ട. അത് ഇതായിട്ട് യാതൊരു ബന്ധവും. പിന്നെ ഇത്ര പേരുള്ളവർക്ക് ഈ നടത്തിപ്പുകാർക്ക് അവർക്കൊരു ഭയം ഉണ്ടാവും. അതുകൊണ്ട് പക്ഷെ അവരാരൊന്നും അങ്ങനൊന്നും പറഞ്ഞില്ല. ആൾക്കാരെ കഴിക്കുകയും ചെയ്തത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേറെ സംഭവമൊന്നുമില്ല. പിന്നെ മീൻ കുറവ് കാലാവസ്ഥയായിരുന്നു. അല്ലാണ്ട് വേറെ ഈ ചെറിയൊരു കാറ്റ് വീഴ്ച കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം കയറും. മറ്റേ ഈ ഗവൺമെന്റ് ധിക്കരിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. അതുകൊണ്ടിട്ടാണ് കൂടുതലും പേടിയായിട്ടാണ് ആരും പോകാത്തത്. പിന്നെ അവസ്ഥ വളരെ ഇപ്പൊ കരയെ തന്നെ നിന്നിട്ടുണ്ടല്ലേ കാറ്റോടെ ഇവിടെ നിൽക്കണല്ലോ. ഇതിൽ വലിയ കാറ്റൊക്കെ ഇന്നലെ പകലൊക്കെ ആയിരുന്നു. ഭയങ്കര കാറ്റും ഇതൊക്കെ. ഷിപ്പ് മറിഞ്ഞതിന്റെ പേരില് ഷിപ്പ് മറിഞ്ഞതിന്റെ പേരില് പലർക്കും ഒരു പേടി സ്വപ്നമായിരിക്കാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ സ്ഥലം കൊണ്ടുപോയി കൊടുത്തു കൊടുത്തൊക്കെ ഇങ്ങനെ വല്ല പെടും. അപ്പൊ ഇതായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ഇതെങ്ങനെ സംഭവിച്ചതെല്ലാവർക്കും അറിയാം. അപ്പൊ അത് ഈ മാധ്യമപ്രവർത്തനത്തിൽ ഒരു 2-3 ദിവസം മുമ്പ് ന്യൂസ് ഉണ്ടായിരുന്നു. അതിലുള്ളൊരു ഭയമാണത്. അല്ലാണ്ട് വേറൊന്നും ഇതിൽ ഒന്നും ഇല്ലെന്നാണ് ഞങ്ങളെ തോന്നല്. അങ്ങനെയായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല ഇതായിട്ട്. മീൻ വരവൊക്കെ വളരെ കുറവാണ്. മീനൊക്കെ ഫ്രഷായിട്ടുള്ള മീനൊക്കെയാണ് വന്നത്. പിന്നെ വരവൊക്കെ കുറവ്. പിന്നെ വിലയും കൂടി 3-4 ദിവസത്തെ കാലാവസ്ഥ മാറിയപ്പോൾ വിലയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കിലോ അതിൽ ഞങ്ങളൊക്കെ 200 രൂപക്ക് 150 രൂപക്ക് മേടിച്ചത് 100 രൂപ 120 രൂപ വെച്ച് കൂടും എല്ലാത്തിനും. അങ്ങനെ കുറവുകളൊക്കെ ഉണ്ട്. കാലാവസ്ഥയുടെ പ്രശ്നമാണോ? കാലാവസ്ഥയുടെ പ്രശ്നമാണ് അത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മീനും ഈ കപ്പൽ പറഞ്ഞതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ബന്ധമൊന്നും ഇല്ല. ഇപ്പൊ ഗവൺമെന്റ് ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഗവൺമെന്റ് അംഗീകരിക്കില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഇതിനകത്താണ് പോകാത്തത്. ഗണേശ് കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്ട് പോകാൻ പാടില്ല. അതിന്റെ ഇതാണ് ഇപ്പൊ ഈ തട്ടുകളെല്ലാം കാര്യമായി കിടക്കുന്നത്. നിറച്ച് ഇഷ്ടംപോലെ കച്ചവടക്കാരുള്ളതാണ്. മീനില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് കാണുന്നത്. പറഞ്ഞതും മീനും തമ്മിൽ മീൻ കഴിക്കണ്ടെന്ന് പറഞ്ഞെന്നുള്ള യാതൊരു ബന്ധവുമില്ല. അത് ജനങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ അന്ന് പറഞ്ഞെന്നോ മാത്രമുള്ള ചെയ്യാൻ അതങ്ങനെ പോകരുത്. ഇപ്പൊ പറയുന്നുണ്ടല്ലോ കണ്ടെയ്നർ വന്നേ കൊടുത്ത് ആളുകൾ അടുക്കരുതെന്ന്. അത് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. കടൽ മത്സ്യം ആയിരിക്കും കഴിക്കാൻ പേടിക്കണ്ട. കൊണ്ടുകൊടുക്കുന്നതിൽ ആരെങ്കിലും എതിർപ്പ് പറയുന്നുണ്ടോ? എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ സപ്ലൈനെ കൊടുത്ത് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹോസ്റ്റലിലൊക്കെയാണല്ലോ പിള്ളേർ അധികം ഉള്ളത്. 100-150 കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പേടി ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചതിനുണ്ടെങ്കിൽ. അപ്പൊ അവര് ഞാൻ പോയടത്തൊക്കെ എന്നോടൊക്കെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ധൈര്യം കൊടുത്ത് പേടിക്കൊന്നും വേണ്ട. അത് ഇതായിട്ട് യാതൊരു ബന്ധവും. പിന്നെ ഇത്ര പേരുള്ളവർക്ക് ഈ നടത്തിപ്പുകാർക്ക് അവർക്കൊരു ഭയം ഉണ്ടാവും. അതുകൊണ്ട് പക്ഷെ അവരാരൊന്നും അങ്ങനൊന്നും പറഞ്ഞില്ല. ആൾക്കാരെ കഴിക്കുകയും ചെയ്തത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേറെ സംഭവമൊന്നുമില്ല. പിന്നെ മീൻ കുറവ് കാലാവസ്ഥയായിരുന്നു. അല്ലാണ്ട് വേറെ ഈ ചെറിയൊരു കാറ്റ് വീഴ്ച കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം കയറും. മറ്റേ ഈ ഗവൺമെന്റ് ധിക്കരിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. അതുകൊണ്ടിട്ടാണ് കൂടുതലും പേടിയായിട്ടാണ് ആരും പോകാത്തത്. പിന്നെ അവസ്ഥകൾ വളരെ ഇപ്പൊ കരയെ തന്നെ നിന്നിട്ടുണ്ടല്ലേ കാറ്റോടെ ഇവിടെ നിൽക്കണല്ലോ. ഇതിൽ വലിയ കാറ്റൊക്കെ ഇന്നലെ പകലൊക്കെ ആയിരുന്നു. ഭയങ്കര കാറ്റും ഇതൊക്കെ ആയിരുന്നു.